പുനരധിവാസ പദ്ധതിയുടെ പേരിൽ പെരുവഴിയിലായവരാണ് തൃശൂർ മാരാംകോടുള്ള 44 ആദിവാസി കുടുംബങ്ങൾ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിസന്ധിയിലാക്കിയ ഇവരുടെ ജീവിതം തന്നെ ഒരു അതിജീവന സമരമാണ്. അവസാന നിമിഷം വരെ കൂടെ നിന്ന ഉദ്യോഗസ്ഥർ ചതിച്ചെങ്കിലും നിയമ സംവിധാനത്തിലും ജനാധിപത്യത്തിലും ഒരിക്കൽ കൂടി പ്രതീക്ഷ വയ്ക്കുകയാണ് നിസ്സഹരായ ഈ മനുഷ്യർ. മലങ്കാടിനോടും കാട്ടുമൃഗങ്ങളോടും പടവെട്ടി ജയിച്ചവരാണ്. എന്നാൽ നാടിനും നാട്ടാർക്കും മുന്നിൽ തോറ്റുപോവുകയാണ്. പുനരധിവാസത്തിനെന്ന പേരിലാണ് നാട്ടിലെത്തിച്ചത്. പക്ഷെ ഇന്ന് അതിജീവനത്തിനായി പോരാടുകയാണ് അരേക്കാപ്പിലെയും വീരാങ്കുടിയിലെയും മനുഷ്യർ. ചെറിയ ചെറിയ കുഞ്ഞു പിള്ളേരൊക്കെ ഞങ്ങളുടെ കയ്യിലിറക്കണം. എൻ്റെ കാലത്ത് തന്നെ ഇപ്പോൾ 3 വയസ്സ് കൊച്ചു ഒരാൾ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഇന്നലെ വീണമാരെ ഞങ്ങളുടെ മേത്ത വീണാലും ഇപ്പൊ ഞങ്ങൾ 3 പേരും മരിക്കാനുള്ള അവസ്ഥയാണ്. രാത്രിയും പകലും വാറാണ്ട് പെയ്യുന്ന മഴയാണ്. മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോവില്ല. കാരണം ഇത് വനവകുപ്പ് എല്ലാവരും കൂടി കണ്ടുപിടിച്ച് എത്തിച്ച സ്ഥലമാണ്. ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലായിരുന്നവരെ വന്യമൃഗശല്യം കൂടി രൂക്ഷമായതോടെയാണ് സർക്കാർ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചത്. വർഷങ്ങൾ നീണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വിവിധ സർക്കാർ വകുപ്പുകൾ ചേർന്ന് അവരെ ചാലക്കുടിക്കടുത്തുള്ള മാരാങ്കോട് കശുമാവിൻ തോപ്പിലെത്തിച്ചു. വാസസ്ഥലവും കൃഷിയിടങ്ങളും എഴുതി നൽകിയവർക്ക് പകരം ഭൂമി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ സർക്കാരിനെ വിശ്വസിച്ചവർ പിന്നീട് പെരുവഴിയിലാവുകയായിരുന്നു. ഞങ്ങളുടെ തറവാട് അടക്കം ഞങ്ങൾക്ക് 25 ഏക്കർ സ്ഥലം ഉണ്ടായതാണ്. അത് മൊത്തം അവർക്ക് കൊടുത്തു. അതിലെനിക്ക് 20 ഷീറ്റ് റബ്ബർ ഷീറ്റ് സ്ഥിരമായിട്ട് ഒരു ദിവസം കിട്ടിക്കൊണ്ടിരുന്ന ആളാണ്. അതടക്കം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ കൈവശരടക്കം വാങ്ങിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവരല്ലാതെ ഇതിന് ഉത്തരവാദിയായിട്ട് വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇതിനകത്ത് വന്നിട്ടില്ല. ഊരുകൂട്ടം മുതൽ മന്ത്രിതല യോഗം വരെ കൂടെ നിന്ന് സ്ഥലം അളന്നു തിട്ടപ്പെടുത്തിയവരാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. എന്നാൽ ആദിവാസികളുടെ പേരിൽ ഭൂമി പതിച്ചു നൽകും മുൻപ് അവർ തടസ്സവാദവുമായി എത്തി. സംരക്ഷിത വനം എന്നതായിരുന്നു ന്യായീകരണം. അന്നു മുതൽ ഈ 44 കുടുംബങ്ങൾ വനംവകുപ്പിന് മുന്നിൽ കയ്യേറ്റക്കാരായി മാറി. അപ്പോൾ ഈ വനം വകുപ്പും റവന്യൂ വകുപ്പും സർക്കാരും കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഞങ്ങൾ എൻക്രോച്ച് കയറുവോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എൻക്രോച്ച്മെൻ്റ് ആയിട്ട് നമ്മൾ വന്നതല്ല. ഞങ്ങൾ ഭൂമി നമ്മൾ സർക്കാരിന് വിട്ടുകൊടുത്തിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പം ഈ കഴിഞ്ഞ സർക്കാർ പറയുന്നു അവർ ശ്രമിച്ചു നമുക്ക് തരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പം വീണ്ടും അടുത്ത സർക്കാർ കയറി വന്നു. അപ്പം നമുക്കൊരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തിരുവോണനാളിൽ മാരാങ്കോട് കശുമാവിൻ തോപ്പിലെ വനഭൂമിയിൽ കുടിൽ കെട്ടിയവർ ഇപ്പോഴും ജീവിത സമരത്തിലാണ്. വനംവകുപ്പ് ചെയ്ത ചതിയെക്കുറിച്ചും സർക്കാർ തുടരുന്ന അനാസ്ഥയെക്കുറിച്ചും അവർക്ക് ചോദ്യങ്ങളുണ്ട്. ഒപ്പം ഈ നാട്ടിലെ നിയമവ്യവസ്ഥയിലും ജനാധിപത്യത്തിലും പ്രതീക്ഷകളും. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.